പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴറിഞ്ഞു പോയി. ചുരിദാറിട്ടിട്ട് എന്താണ് ആശുപത്രിയുടെ വിശേഷം? ആശുപത്രിയിൽ അവളൊക്കെ എത്തിയേക്കാ. ഞങ്ങളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു മുറിയിൽ. അവർ വിളിക്കും. നിങ്ങൾ എന്നിട്ട് വരെ പുട്ടും ബീഫൊക്കെ കഴിച്ചെന്ന് ഞങ്ങളൊന്നും കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. എന്താ കഴിച്ചേ? കഴിച്ചതൊരപ്പം. എന്താ മിസ്റ്റർ അബേ സ്റ്റീഫൻ പറയാനുള്ളത്? സമയം ഇപ്പോൾ 8 മണിയായിരിക്കുന്നു. 8:30 ആയിട്ട് നീ ആ പരിസരത്തേക്ക് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ 4 പേര് പോലെ പുറത്തിരിക്കായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ് നിങ്ങൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പൊ നമ്മള് റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. അവൾക്കുള്ള ഇഡ്ഡലിയും ചായയും കൊണ്ടു കൊടുത്തു. നമുക്കുള്ള ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞത് 8:30 കഴിഞ്ഞിട്ട് നാളെ ആവുള്ളൂ. ഡോക്ടർ 9 മണിക്ക് ഡോക്ടർ വരുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നിന്റെ മുഖത്ത് ടെൻഷനൊന്നും ഇല്ലല്ലോ? അതൊരു ബിരിയാണി പുറത്തുനിന്ന് പ്രസവിച്ചിട്ട് അപ്പൻ എന്റെ നേരെ ആവുന്നതിന് മുന്നേ എന്നെ കൊണ്ടുവരുന്നതിന് മുന്നേ അപ്പൻ വെല്ലുപ്പിന് വേണ്ടി ബിരിയാണി കഴിക്കാൻ പോയി. ഞാന് അപ്പം മരിക്കണ വരെ പറഞ്ഞോണ്ടിരുന്നു. നമ്മളിപ്പോ പറയാ അല്ലടി അത് അങ്ങനെയല്ല, അത് വെല്ലുപ്പിന് കഴിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ നിങ്ങൾ കഴിച്ചില്ലേ ചോദിക്കൂ. ഇന്നലെ അമ്മ പറഞ്ഞ കുഴിമന്തി കാണുന്ന. അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മളിപ്പോൾ 8:30 ശേഷം വീണ്ടും ലേബർ റൂമിന്റെ മുമ്പിൽ പോയിരിക്കുന്നതാണ്. ഒരു കാത്തിരിപ്പിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. ആർ യു എക്സൈറ്റഡ്? അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ബേബിയെ കിട്ടി. ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു അറ്റ് ടൈം. ഡോക്ടേഴ്സിന്റെ എഫേർട്ട്, നേഴ്സസിന്റെ എഫേർട്ട് എല്ലാം എടുത്തു പറയണം. ഒപ്പം മെയിൻലി ഡിജിയുടെ എഫേർട്ട്. നമ്മൾ രാവിലെ കയറിയതാണ്. പെയിൻ വരും പോകും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കായിരുന്നു. എല്ലാവരും കുറേ ടെൻഷനായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 7:40 ആയിട്ടുണ്ട്. ഡിജിയുടെ മടിയിൽ വെച്ചു. ഇത് കഴിഞ്ഞു. ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു അത്. അതൊന്നും എടുക്കാൻ പറ്റണം. പക്ഷെ അത് എൻ്റെ മനസ്സിലുണ്ട്. അതിൽ കയറിക്കൊണ്ട് എനിക്ക് ലൈഫ് ലോങ് ആ മൊമെന്റ്, ആ ഒരു മെമ്മറികൾ എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരുന്നു. രണ്ടുപേരും ഇവിടെ കൊന്തയിലേക്ക് കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. വൈകുന്നേരം 8 മണി ആയപ്പോൾ എല്ലാവർക്കും ഭയങ്കര എന്താ വരാത്ത ലാസ്റ്റ് ഫൈനലി താങ്ക് യു. ഒരു കാര്യം കാണിച്ചു തരാം. അജയ് സ്റ്റീഫൻ ഇവിടെ ഇരുന്ന് കരയായിരുന്നു. ബീന സ്റ്റീഫൻ സന്തോഷമായോ? ഇത് ടെൻഷൻ വിട്. ഇത് ഡാൻസ് നീ തലയിറക്കണ മനുഷ്യൻ. എന്ത് തലയിറക്കൊക്കെ മാറി. സന്തോഷമായി. ഡിജ ചേട്ടാ സെറ്റായി. ലിഡ ചേച്ചി ബേബി ഗേൾ ആരെ വിളിച്ചു പറയാണ്? കഴിഞ്ഞിറങ്ങി വന്നോടെ തന്നെ ഡെലിവറി കഴിഞ്ഞു എന്നല്ലേ പറയാം. മുന്നോട്ട് വന്നിട്ട് ഡിജി ഗർഭിണിയായി. അതായിട്ടല്ല അകത്തേക്ക് പോയി. അതല്ല ഡിജി പ്രഗ്നന്റ് ആയി. അതിന്റെ ഇംഗ്ലീഷ് വാക്ക് എനിക്ക് കിട്ടിയില്ല. എന്താ ശരിക്കും അങ്ങനെ ആയാലും ഇംഗ്ലീഷ് വാക്ക് ഒന്നുമില്ല. ഡെലിവറി ഡെലിവേർഡ് ആയി പറയാൻ പറ്റൂ. ഡെലിവേർഡ് എന്തത് കൊറിയറാ? ഇംഗ്ലീഷ് വാക്ക് അപ്പം ഞാൻ പ്രസവിച്ചു ഇല്ലല്ല അത് പറഞ്ഞില്ല. എന്താണ് രണ്ടുപേരുടെയും മുഖത്തൊരു ചിരി. ഡിജിസേന്റെ കയ്യില് ഉണ്ണിയുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ. അപ്പൊ ഉണ്ണിയുടെ ഫോട്ടോ ഞങ്ങൾ ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ അത് ഇവിടെ ഉണ്ണീനെ കണ്ടതിന്റെ എന്താ പറയാ എക്സ്ക്ലൂസീവ് സന്തോഷം എല്ലാവരുടെ ഫേസിൽ നിന്ന് നിങ്ങൾ ഒപ്പിയെടുത്തു. ഇത് ഡിജോ ചേട്ടന്റെ മുഖത്ത് നിന്നുള്ളത്. ഇനി ഇത് അജയ് ചേട്ടൻ സന്തോഷം. അടുത്ത ആള് പുള്ളിക്കാരൻ രാവിലെ തൊട്ട് മറ്റേ ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഉഷാറായത്. ലിനി ചേച്ചി എന്താണ് സമാധാനമായി. എല്ലാവരും ഇവിടെ ഫോട്ടോ കണ്ട് അതിന്റെ സന്തോഷത്തിലിരിക്കുകയാണ്. ഉണ്ണീനെ എനിക്ക് എടുക്കാൻ പറ്റി. ആ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, പക്ഷെ എടുക്കാൻ പറ്റി. ഭയങ്കര
കണ്ട ഇവിടെ ഫോട്ടോന് വേണ്ടി കടിപിടി കൂടുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. നമ്മൾ ബേബീനെയും അമ്മേനെയും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഒരാൾ ഓടി. അപ്പൊ ഞങ്ങള് രണ്ടുപേരും പപ്പയും ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരുടെയും ഇഷ്യൂസ് അജയ് ചേട്ടൻ പോയിട്ട് എടുക്കുന്നതായിരിക്കും. ഒരു ഘോഷയാത്രയെ നമ്മളെല്ലാവരും വാവേനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ വാവേനെ പൊതിഞ്ഞു കൊണ്ടുവരാൻ പോണത്. അപ്പോൾ നമ്മുടെ ലിഫ്റ്റിലാണ് ഡിജിയും വാവയും വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കുട്ടീനെ നമ്മളിപ്പോ റിവീൽ ചെയ്യുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. ഇനി അത് കണ്ട് ആയിരിക്കും പ്രശ്നം വേണ്ട. അപ്പൊ കുട്ടീനെ നമ്മൾ പിന്നീട് നല്ലൊരു വീഡിയോയിൽ നല്ല ഭംഗിയിൽ നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് നല്ല രീതിയിൽ കാണിക്കും. നല്ലൊരു പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി, എല്ലാവർക്കും സന്തോഷം. എല്ലാവരും രണ്ടുപേരും ഒരുമിച്ച് അല്ല ആന്റി ഡെലിവറി സ്റ്റോറി ചിലപ്പോ ബേബിയുടെ എന്തൊരു വണ്ട് മൂളനെ കുട്ടീനെ ഇല്ല. അപ്പൊ മറ്റേ താരാട്ട് വളർന്നാണ് അമ്മ പേടിക്കുന്നത്. ഈ താരാട്ട് എടുത്ത കുട്ടി ഉറങ്ങുക എന്നതാണ് പ്രത്യേകമായിട്ടുള്ള അമ്മയുടെ താരാട്ട് എങ്ങനെങ്കിലും ഉറങ്ങിയാൽ മതി തോന്നിയതാണ്. ഞാൻ മറ്റേ പാട്ടൊക്കെ പറഞ്ഞ പുഷ്പ കുറച്ച് മുന്നൂന്റെ പോലെ ബാക്കി ഫുള്ള് ഡിജി. മുടിയൊക്കെ ഡിജിയുടെ പോലെ ഡിജിയുടെ പോലെ എല്ലാവരുടെയും കൂടി കാരണവന്മാരുടെയും നമ്മുടെ എല്ലാവരുടെയും കൂടി ഒരു മിക്സപ്പ് ആയിട്ടുള്ള എല്ലാവരുടെയും നല്ലത് മാത്രം എടുത്തോട്ട് വന്നു. നല്ലൊരു കുട്ടി. വേറെ തർക്കം വേണ്ട. കുട്ടി നല്ല കുട്ടി. ഓക്കെ സെറ്റ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ വാവേനെയും കൊണ്ട് വരാം ഒരു ദിവസം. മീറ്റപ്പെടുത്താൻ പോകുന്നു. അപ്പോ നമ്മുടെ വ്ളോഗിംഗ് ഫാമിലിക്ക് വന്ന പുതിയ അതിഥിയുടെ ബാക്കി വിശേഷങ്ങൾ പിന്നീട് നമ്മൾ വീണ്ടും വേറെ വ്ളോഗുകളായിട്ട് നീയും ഡിജിയും ആയിട്ടുള്ള ഏത് വീഡിയോ ആണെങ്കിലല്ലോ നീ പറഞ്ഞിട്ട് ഡിജി ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ഫുൾ. എന്നിട്ട് അവസാനം ചോദിക്കേ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഡിജി എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം മുന്നേ പറഞ്ഞല്ലോ. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു പ്രഗ്നൻസി? വീണ്ടും വണ്ടി പോകുന്ന സൗണ്ട് വരുന്നത് അത് അമ്മ താരാട്ട് വളർന്നത് വണ്ടി പോകുന്നതല്ല. എങ്ങനെയുണ്ടായിരുന്നു പ്രഗ്നൻസി ദിവസങ്ങൾ? എങ്ങനെയുണ്ടായിരുന്നു ടോട്ടൽ ഓവറോൾ ജേർണി പ്രഗ്നൻസി? വളരെ കഷ്ടപ്പാട് നിറഞ്ഞതും. നമുക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു, അത് പറയാൻ പറ്റുമോ? നോർമൽ ഡെലിവറി ആയിരുന്നു. എല്ലാം സുഖം കുറച്ച് കൂടിയാലേ ഉള്ളൂ. 8 മണി വരെയുള്ള ഒരു സുഖം. അതായത് ടോട്ടൽ രാവിലെ 4 മണിക്ക് ഞങ്ങളുടെയൊക്കെ അനുഭവം ചോദിക്കാണ്. ഈ 8 മണി 8:30 വരെ നീ സഹിച്ചെങ്കിലേ 8:45 വരെ നീ സഹിച്ചെങ്കിലും അതിനുശേഷം നീ ഹാപ്പി ആയില്ലേ? ഒരു മൊമെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളെ ബേബി ഞാൻ കേറിയിട്ടുണ്ടായിരുന്നു സമയത്ത്. അപ്പൊ ഈ കുട്ടീനെ നമ്മൾ എടുത്തിട്ടെ നേരെ ഡോക്ടർ ഡിജിനെ മടിയിലാണ് വെച്ചത്. അപ്പൊ മടിയിൽ വെക്കുമ്പോ ന്യൂ ബോൺ ബേബിയാണ്. സോറി നെഞ്ചത്താണ് വെച്ചത്. ഡിജി കിടക്കാണ് നെഞ്ചത്താണ് വെച്ചത്. നെഞ്ചത്ത് വെച്ചോണ്ട് ഡിജി നല്ല കരച്ചിലായി. അതിന് കൂടുതൽ ബേബിയും കൂടി കരഞ്ഞു. ആ ഒരു മൊമെന്റ് എനിക്ക് എന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊമെന്റ്. അതായത് ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നു. മീൻസ് നമ്മൾ ലേബർ ഡെലിവറിയുടെ സമയത്ത് നമ്മൾ കേറിയിട്ടുണ്ടായിരുന്നു അകത്ത്. അപ്പൊ ആ ടൈമിൽ ആ ഒരു മൊമെന്റിൽ കുട്ടിയും കരഞ്ഞു, ഒപ്പം അമ്മയും കരഞ്ഞു. ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു അത്. അപ്പൊ ഡിജി ഹാപ്പി, സന്തോഷം കൊണ്ട് കരയാന്നൊക്കെ പറയും. അതായത് സന്തോഷം കൊണ്ട് കരയാന്നൊക്കെ പറയുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു മൊമെന്റ് ആയിരുന്നു അത്. അതോടുകൂടി എല്ലാ വേദനയും ഓക്കെ. അങ്ങനെ പോയിട്ടൊന്നുമില്ല. പിന്നെ എന്തായിരുന്നു, എങ്ങനെയുണ്ട് മോളെ കണ്ടപ്പോ എന്താ നിനക്ക് തോന്നിയത്? ഞാൻ കുട്ടി 3-4 സമ്മർ സോൾട്ടൊക്കെ അടിക്കും. പക്ഷെ അതൊക്കെ പുറത്ത് വന്നിട്ട് ഭയങ്കര പാവമാണ്. വേറെ കുഴപ്പമൊന്നും ഇതുവരെ ആക്കിയിട്ടില്ല. നമ്മൾ ഹാപ്പിയാണ്. നമ്മളിപ്പോ ഉള്ളത് EMC ഹോസ്പിറ്റലാണ്, എറണാകുളം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലാണ്. അവിടുത്തെ ഡോക്ടർ സൂസൻ ജോൺ മാമിനെയാണ് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാമിന്റെ ഹെൽപ്പും എല്ലാ കാര്യങ്ങളും പക്കയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് വന്നു. അപ്പൊ ഇനി മേ ബി ഫ്യൂച്ചറിൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഞങ്ങള് അടുത്തത് ഞാൻ കാലുപിടിക്കണം, ഇനി വേണ്ട.
ഇതങ്ങനെ ഇവിടുത്തെ സൂസൻ മാമിന് പ്രത്യേകം നന്ദി പറയണം. നന്ദി പറയുന്നത് വേറെ ഒന്നല്ല, വേറൊരു നമ്മൾ അവർക്കൊക്കെ ലഡ്ഡൊക്കെ കൊണ്ട് കൊടുത്തു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, പക്ഷെ കൊടുത്തു. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, ഇവിടുത്തെ നേഴ്സസ്, ഇവിടുത്തെ സ്റ്റാഫ്, നമ്മുടെ കൂടെ നിന്ന ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും, പിന്നെ ഇത് കണ്ട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും പ്രത്യേകം നന്ദി. പിന്നെ കുറേ പേര് ഞങ്ങളോട് പറഞ്ഞ ബോയാണ്, ഒരു ഗേളാണ് ഞങ്ങൾക്ക് പറഞ്ഞവരൊക്കെ ശരി ഉത്തരം പറഞ്ഞു, ബോയ് പറഞ്ഞവരൊക്കെ തെറ്റുത്തരം. ഇതെന്താ ക്യൂസ് മത്സര? നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ഓക്കെ, അപ്പോ പ്രത്യേകം നന്ദി എല്ലാവരോടും. അപ്പൊ ഈ ഒരു നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ഉണ്ട്, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ. ഫൈനലായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു, അത് എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു. അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു. അവസാനം വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ഓക്കെ ആയി, വേറൊരു ഇതിലേക്ക് പോവാതെ തന്നെ തമ്പുരാൻ ശരിയാക്കി തന്നു. എനിക്ക് വളരെ സന്തോഷമായി. കാരണം നമ്മള് വെളുപ്പിന് 4 മണിക്ക് തൊട്ട് പെയിൻ തുടങ്ങിയിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞപ്പോ നമുക്ക് വളരെ ടെൻഷൻ തുടങ്ങി. എന്നാലും നമ്മൾ കഴിയുന്നത് ആരെയും അറിയിക്കാതെയൊക്കെ അങ്ങനെ നിന്നിരുന്നു. പക്ഷെ 2 പ്രാവശ്യം കരഞ്ഞു. വൈകിട്ടായി കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് നമ്മളുടെ കോൺസെൻട്രേഷൻ ഒക്കെ പോയി തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് നമ്മൾ കൊന്തെത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മാം എന്ന് പറഞ്ഞത് കുട്ടിക്കുള്ള തുണിയൊക്കെ എടുത്തോ, ഡെലിവറി ടൈം എടുത്തിട്ടുണ്ട്. അത്ഭുതം തന്നെയാണത്. അവർക്കും അത്ഭുതമായിട്ടോ, അവർക്കും അത്ഭുതം. വെളുപ്പിനായിരുന്നു, അതായത് നമുക്ക് ഇങ്ങനെ ടൈം ഇതായിരുന്നു. അപ്പൊ 25-ന് അപ്പൊ വെളുപ്പിന് 20. അപ്പൊ നമ്മളും ഞാനൊക്കെ റൂമിൽ വന്ന് കുളിക്കാൻ വന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ ചുട്ട് നീ തന്നെയാണ് വിളിച്ചേടാ, നീ ഡിജോ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ പെട്ടെന്ന് ആയോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഇവിടെ കൂടി എല്ലാവരും അവിടെ ഓടി. പക്ഷെ എല്ലാം അടിപൊളിയായിട്ട് അവസാനിച്ചു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഈ വ്ളോഗ് കാണാൻ നന്ദി. കുട്ടി കരയാൻ പോകുന്നുണ്ട്, പെട്ടെന്ന് കുട്ടീനെ ഉറക്കട്ടെ. ഇനി ഞങ്ങളുടെ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ്. ഇപ്പോഴേ ഓർക്കില്ല, വലിയ ഓഫാക്കിക്കോ.